കറുപ്പും വെളുപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട്, അതിലും ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളോട്. നമ്മുടെ വിദ്യാർത്ഥികളിൽ പഴയ സുഡാപ്പികളുണ്ടാവും, പഴയ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടാവും, ക്യാമ്പസ് ഫ്രണ്ടുകാരുണ്ടാവും. നമ്മളൊരു മിക്സ് കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ആരും നിങ്ങളുടെ വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയ ഒന്നും ആരും നോക്കാറില്ല. നിങ്ങളുടെ ഫേസ്ബുക്ക് എന്താണ്, വാട്സപ്പ് എന്താണ്, ഇൻസ്റ്റ എന്താണ്, ഇതൊന്നും ആരും നോക്കാറില്ല. നമ്മളൊരു ഫ്രീ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. വസുദൈവ കുടുംബം എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി നമ്മളെ പറ്റി പറയുന്നത്. നമുക്ക് ലോകത്തെല്ലാം തറവാണ്. പക്ഷേ ഇപ്പോൾ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, അന്ന് ചൈന സ്റ്റുഡൻസിന്റെ വിസ ക്യാൻസൽ ചെയ്തു. ചൈനക്കാരെ കുട്ടികൾ ഈ അമേരിക്കയിൽ നടന്നിട്ടുള്ള ചാരപ്രവർത്തികളിൽ 90% അമേരിക്കയിൽ പഠിക്കാൻ വന്ന കുട്ടികളാണ്. അപ്പൊ അവരാണ് ചൈനീസ് ചാരന്മാരായിട്ട് വന്നതും അമേരിക്കയിലുള്ള വിവരങ്ങൾ മുഴുവൻ ചൈനയ്ക്ക് ചോർത്തി കൊടുത്തത്. കാര്യം നമ്മളാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ഏത് രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തോടുള്ള കൂറ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ അതോറിറ്റീസ് വിളിച്ചിട്ട് നമ്മുടെ മറ്റു രാജ്യത്തിന്റെ വിവരങ്ങൾ ചോദിച്ചാൽ നമുക്കറിയാമെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ ധർമ്മമാണ്, നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അക്കാര്യത്തിൽ. പാസിംഗ് ഓഫ് ഇൻഫർമേഷൻ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അമേരിക്കൻ ഗവൺമെന്റ് ചെയ്തേക്കുന്നത്, ചൈന വിസ, കുട്ടികളുടെ വിസ നിഷേധിച്ചത് പോയിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെറ്റ് ചെയ്യുകയാണ്. വെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പരിശോധിക്കും. അതിനകത്ത് എന്തെങ്കിലും അവരുടെ രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള സാധനം അവർ കാണുകയാണെങ്കിൽ അവർ വിസ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതിനകത്ത് പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. കാര്യം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, നമ്മളെല്ലാവരും പാസ്വേഡ് ഇട്ട് ഭയങ്കര സുരക്ഷിതമായിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ അക്കൗണ്ട് ഇട്ട് നമ്മൾ പാസ്വേഡ് ഇട്ട് സുരക്ഷിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല എന്നും ഇതോടെ അങ്ങ് തീരുമെന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളൊരു ഫോറിൻ വിസയ്ക്ക്, സ്റ്റുഡന്റ് വിസയ്ക്കോ അല്ലെങ്കിൽ ഫോറിൻ വിസയ്ക്കോ, ചിലപ്പോൾ ജോബ് വിസയ്ക്കോ ഒക്കെ ഇത് ബാധകമാക്കും. കാര്യം മുംബൈ കെമിച്ചീടിന് ഗോവുതന്റെ എന്നാണല്ലോ പ്രമാണം. അമേരിക്ക ഇത് ചെയ്തു തുടങ്ങിയെങ്കിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും നാളെ തൊട്ട് ഇത് ചെയ്യാൻ തുടങ്ങും. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ ശ്രദ്ധിച്ച്, വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാര്യം ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സുന്ദരിയായ യുവതി. നമ്മൾ മാതാഹരിയെ പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സുന്ദരിയായ യുവതിയാണ്. ഗ്ലാമറസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. യൂട്യൂബിലൂടെ 3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അവർക്കുണ്ട്. പക്ഷേ ചെന്നപ്പെട്ടത് അത്രയും അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് ചെന്നപ്പെട്ടത്. ഇനി എന്തായാലും തിഹാറിൽ നിന്ന് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷയൊന്നും വേണ്ട. കണ്ടത് കണ്ടു, ഇനിയൊന്നും കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ പ്രത്യേകിച്ചും വിദേശത്ത് പോകാനോ താമസിക്കാനോ, ഇനി ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഇപ്പം നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞങ്ങൾക്ക് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാനുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഏതെങ്കിലും രാജ്യത്തിനെതിരെയുള്ള വിഷലിപ്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ദയവ് ചെയ്ത് മാറ്റിവെക്കുക. പിന്നെ നമ്മുടെ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്ത് പലരും പല പോസ്റ്റ് ഇടുന്നുണ്ട്, ഞാനും ഇടുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ ചെയ്ത് അതിനകത്ത് ഇപ്പം നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പാകിസ്ഥാനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു, അതിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്തായാലും മറ്റു രാജ്യങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൺസേൺ ഇല്ല. പക്ഷേ നിങ്ങൾ അമേരിക്കക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ടോ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഒരു പോയിന്ററാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും വാട്സപ്പ് ആയാലും എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഓഡിറ്റബിൾ ആണ്. അവർ ഇതെല്ലാം വെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വെറ്റ് ചെയ്തിട്ട് അവർക്ക് ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അവരത് കട്ട് ചെയ്യും. കാര്യം ഇന്ന് അമേരിക്കൻ രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം തീവ്രവാദങ്ങളുടെ ഒളിച്ചുകിടത്തലാണ്. ഈ ഒളിച്ചുകിടത്തുന്ന തീവ്രവാദങ്ങൾ അവർക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് അവർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ടെലിഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത് പോലും ഒരു നെഗറ്റീവായിട്ട് നാളത്തെ കാലത്ത് ആൾക്കാർ എടുത്തെന്ന് വരും. കാര്യം ഈ ടെലിഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ മാസമായിട്ടുള്ള തോതിൽ കടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ആവുന്നത് പോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയും വളരെ ക്ലീൻ ആയിരിക്കണം. അവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഈവൻ പാരൻസിൻ്റെയോ നമ്മുടെ
സഹോദരൻ്റെയോ സഹോദരിയുടെയോ ഒക്കെ ഫേസ്ബുക്കോ മറ്റു പോസ്റ്റുകളോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നാളെ തോന്നിയേക്കാം. ഞാൻ ഒരു മുൻകരുതലാണ് പറയുന്നത്, തോന്നിയേക്കാം. ഇന്റലിജൻസുകാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല, തോന്നിയേക്കാം. അപ്പോൾ ഈ രാജ്യങ്ങളുടെ സുരക്ഷ, അവരുടെ രാജ്യങ്ങളുടെ സുരക്ഷയിൽ വലിയ പ്രശ്നമാണ്. കാര്യം ഇപ്പം ഇംഗ്ലണ്ട് എടുത്താലും ഫ്രാൻസ് എടുത്താലും ജർമ്മനി എടുത്താലും അവരുടെ ഒക്കെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ശത്രു രാജ്യങ്ങളല്ല, അവർ മിത്രങ്ങളായിട്ട് കൊണ്ട് അവരെ രാജ്യത്ത് പൗരത്വം കൊടുത്ത് താമസിപ്പിക്കുന്നവരാണ്. അവരുടെ എല്ലാവരുടെയും പൗരത്വം എടുത്ത് കളയാൻ പോവുകയാണ്. എന്തെങ്കിലും നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പൗരത്വം കൊടുത്തു, പക്ഷെ അത് അൺലിമിറ്റഡ് ആയിട്ടല്ല, അൺക്വസ്റ്റ്യനബിളും അല്ല. അതൊക്കെ അവർക്ക് നാളെ രാജ്യ താല്പര്യം മുൻനിർത്തി ഏത് രാജ്യത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ എനിക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. JNUവിലായാലും കേരള യൂണിവേഴ്സിറ്റിയിലായാലും ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ ജാഗ്രതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. കാര്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ താല്പര്യം എപ്പോഴും അഫ്ഗാനിസ്ഥാനോടായിരിക്കും. അപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രചരണം അവരുടെ നാടുകളിൽ നടത്താൻ വളരെ എളുപ്പമാണ്. ഞാൻ അഫ്ഗാൻ ഒരു രാജ്യത്തെ പേരെടുത്ത് പറയില്ല, അത് പാകിസ്ഥാൻ ആയാലും ശരി, ബംഗ്ലാദേശ് ആയാലും ഏത് രാജ്യത്തായാലും ശരി തന്നെ. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചെലവിൽ പഠിക്കുന്ന, ആരുടെ ചെലവിലായാലും ശരി, നമ്മുടെ രാജ്യത്ത് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് യാതൊരു പ്രവൃത്തികളിലും ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളിൽ തന്നെ താമസിച്ച് ഇന്ത്യക്കെതിരായിട്ട് പോസ്റ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കും എന്തെങ്കിലും ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും തിരിച്ച് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാനും പറ്റത്തില്ല. അവർക്ക് ഇവിടെയുള്ള സ്വത്തുവകകൾ കണ്ടുകിട്ടപ്പെടുകയും ചെയ്യും. ഇതൊക്കെ നാളെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്, ഇന്നത്തെ കാര്യങ്ങളല്ല. ഞാൻ മുൻകൂർ ഒരു വാണിംഗ് തരുന്നേ ഉള്ളൂ. നിങ്ങൾ സൗദി അറേബ്യയിലാണെന്ന് വെച്ചിട്ട് സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ മണ്ണുണ്ടായില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരെല്ലാവരും വളരെ സൂക്ഷിച്ച് വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.